നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്തതിന് പിന്നാലെ കൂടുതൽ സർവീസുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ അനുവദിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരത് ട്രെയിനുകളുടെ വിജയത്തിന് പിന്നാലെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും മെട്രോകളും ട്രാക്കിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് 508 കിലോമീറ്റർ ദൂരമാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക. വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതലായി ട്രാക്കിലെത്തുന്നതിനൊപ്പം ബുള്ളറ്റ് ട്രെയിനുകൾ അതിവേഗത്തിൽ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് റെയിൽവേ. 2026ഓടെ ബുള്ളറ്റ് ട്രെയിനുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. ജപ്പാനിലെ ഷിൻകാൻസെൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അതിവേഗ റെയിൽപാത നിർമ്മിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിനിന്റെ പരമാവധി വേഗത 320 കിലോമീറ്റർ ആണ്. ഈ സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഭൂചലന മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ് ഭൂചലന മുന്നറിയിപ്പ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഭൂകമ്പ സമയത്ത് യാത്രക്കാരുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി സിസ്മോമീറ്ററുകൾ സ്ഥാപിക്കുന്നത്. ട്രെയിൻ കടന്നുപോകുന്ന മുംബൈ അഹമ്മദാബാദ് പ്രത്യേക പാതയിൽ വിവിധ ഇടങ്ങളിൽ 28 സീസ്മോമീറ്ററുകളാണ് സ്ഥാപിക്കുക. ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനം ഭൂചലനം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നതാണ്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴി ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശമായതിനാലാണ് സീസ്മോമീറ്ററുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. കച്ച്, കൊയ്ന, വർണ്ണ, ലാത്തൂർ എന്നിവയുൾപ്പെട്ട ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകുന്നത്. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ ഭൂചലന മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നു. ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനം ഭൂചലനം ഉണ്ടാക്കുന്നതിന് മുൻപേ മുന്നറിയിപ്പ് നൽകും. രാജ്യത്ത് ആദ്യമായാണ് ഒരു പദ്ധതിയിൽ ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. 28 സീസ്മോമീറ്ററുകൾ ഇരു സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കും. ട്രെയിനുകൾ ഓടുന്നതിനിടെ ഭൂചലനം ഉണ്ടായാലുള്ള അപകട സാധ്യത പരിഗണിച്ചാണ് സീസ്മോമീറ്ററുകൾ ഘടിപ്പിക്കുന്നത്. ഭൂചലനങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക തരംഗങ്ങൾ തിരിച്ചറിഞ്ഞ് ഓട്ടോമാറ്റിക്കായി വൈദ്യുതി നിലയ്ക്കുകയും ട്രെയിൻ നിൽക്കുകയും ചെയ്യും. പവർ ഷട്ട് ഡൗൺ ഉണ്ടാകുമ്പോൾ എമർജൻസി ബ്രേക്കുകൾ പ്രവർത്തനക്ഷമമാകുകയും ട്രെയിൻ നിൽക്കുകയും ചെയ്യും. മഹാരാഷ്ട്രയിൽ മുംബൈ, താനെ, വിരാർ, ബോയ്സർ എന്നിവിടങ്ങളിലും ഗുജറാത്തിലെ വാബി, ബിൽമോറ, സൂറത്ത്, ഭറൂച്ച്, വഡോദര, ആനന്ദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ വിവിധ സബ്സ്റ്റേഷനുകളിലായാണ് 22 എണ്ണം സ്ഥാപിക്കുന്നത്. 6 സീസ്മോമീറ്ററിൽ 4 എണ്ണം സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഗേഡ്, രത്നാഗിരി, ലാത്തൂർ, പാംഗ്രി എന്നിവിടങ്ങളിലും 2 എണ്ണം ഗുജറാത്തിലെ കച്ച്, ഭൂജ് എന്നിവിടങ്ങളിലും സ്ഥാപിക്കും. 100 വർഷത്തിനിടെ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകുന്നതെന്ന് ജാപ്പനീസ് വിദഗ്ധരുടെ കണ്ടെത്തലിലൂടെ തുടർന്നാണ് സീസ്മോമീറ്ററുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായത്. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ പാതയിൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം. വൈദ്യുതി നിലച്ച് ട്രെയിൻ നിന്നാൽ ഉടൻ തന്നെ എമർജൻസി വാതിലുകൾ തുറക്കും. ഇതിലൂടെ യാത്രക്കാരെ പുറത്തെത്തിക്കാനും കഴിയും.